നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിഡിറ്റിയും ഗ്യാസ്ട്രിക് പ്രശ്നവും മൂലം ദഹനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റിയ ലളിതവും ഫലപ്രദവുമായ സിമ്പിളായിട്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സ് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റി ഗ്യാസ്ട്രിക് പ്രശ്നത്തിനൊക്കെ മെയിനായുള്ള കാരണം ഈ ഫുഡിൽ നിന്ന് തന്നെയാണ്. സാധാരണ ജങ്ക് ഫുഡ്, ഓയിലി ഫ്രൈ ഐറ്റങ്ങൾസ്, ഓയിലടങ്ങിയ ഫുഡുകൾ, അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ള ഭക്ഷണം ശരിക്കും ചവച്ചരക്കാതെ കഴിക്കുക, കൂടെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന് ശേഷം കൂടെ വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് ഇടയിൽ വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിലേക്ക് ചെന്നെത്തിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക, കൂടുതലും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, വെജിറ്റബിൾ ഫുഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അപ്പോൾ ഡൈജഷൻ സുഗമമാക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വായിലൂടെ ഭക്ഷണം എടുക്കുന്നു, വായിലൂടെ ചവയ്ക്കുന്നു, ശരിക്കും ചവയ്ക്കുമ്പോൾ നമ്മൾ സലൈവ ഉമിനീരുമായി ചേർന്ന് അന്നനാളം വഴി താഴെ നമ്മുടെ കുടലിലെത്തുന്നു, ആമാശയത്തിൽ വെച്ചാണ് ഈ പല ജ്യൂസസ് ആഡ് ചെയ്യുകയും അവിടെ വെച്ച് ശരിക്ക് ഒന്നുകൂടി ഡൈജഷൻ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഡൈജഷന് ശേഷം ചെറുകുടൽ വരുന്നു, വൻകുടൽ വരുന്നു, രക്തത്തിൽ വരുന്നു. അപ്പോൾ ഇതാണ് ഈ സീക്വൻസ്. അപ്പോൾ ഈ പ്രൊസീജിയർ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഭക്ഷണം ശരിക്കും ചവച്ചരച്ച് കഴിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഭക്ഷണം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിവാക്കണം. അപ്പോൾ ഇത് ഡൈജഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് കൂടെയുള്ള ഫുഡ് ഹാബിറ്റ് ഒഴിവാക്കുക. അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല വാം വാട്ടർ കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലപ്പോഴും നിങ്ങൾ ഈ വീഡിയോ തുറന്നു വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഐറ്റങ്ങൾ എന്നോടൊപ്പം ചെയ്ത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു കാണുന്ന പോലെ കണ്ടുപോയിട്ട് പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. ഇത് കണ്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കി അത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന യോഗ പോസ്റ്റർ പവന മുക്താസന എന്നാണ്. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യോഗ മാറ്റിൽ ഇരിക്കുക. സാവകാശം യോഗ മാറ്റിൽ കിടക്കും. അത് വീണ്ടും നിവർന്ന് കൈകാലൊക്കെ അയച്ച് ശരീരം മൊത്തം അയച്ച് വളരെ ഫ്രീ ആയിട്ട് കിടക്കാം. അതിനുശേഷം നമ്മുടെ വലത് കാലം മടക്കി നമ്മുടെ തൈ പോർഷൻ, ഇടത് കാലിന്റെ തൈ പോർഷനോട് ചേർത്ത് വയ്ക്കുക. ഈ കൈകൾ രണ്ടും കോർത്ത് പിടിക്കുക. എന്നിട്ട് കാലുകൾ മടക്കി കൊണ്ടുവരിക ചെസ്റ്റിനോട്. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ശ്വാസം കളഞ്ഞുകൊണ്ട് ചെസ്റ്റിനോട് അടുപ്പിക്കുക. മാക്സിമം ചെസ്റ്റിനോട് അടുപ്പിച്ച ശേഷം തല താടി കൊണ്ടുവന്ന് മുട്ടുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അപ്പം അതിന് പറ്റാത്തവരാണെങ്കിൽ പറ്റുന്നത്രയും വന്ന് പൊസിഷൻ ചെയ്ത് നോർമൽ ബ്രീത്ത് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് പൊസിഷൻ നോർമൽ ബ്രീത്ത് ചെയ്ത ശേഷം കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. ഇനി നമുക്ക് ഇടത് കാല് ഇതുപോലെ മടക്കി കൊണ്ടുവരാം. കൈകൾ കോർത്ത് പിടിക്കാം. എക്സേൽ ചെയ്ത് ചെസ്റ്റിനോട് അടുപ്പിക്കാം. താടി ഭാഗം കൊണ്ടുവന്ന് മുട്ടിന്റെ പോർഷനിൽ മുട്ടിക്കാം. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. ഒരു 10 സെക്കൻഡ്സ് പൊസിഷനിൽ നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ഇത് നമുക്കൊരു 5 റൗണ്ട് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. ശരീരം ഒന്ന് അയച്ച് വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാം. ശേഷം അതുപോലെ തന്നെ 2 കാലും മടക്കി കൊണ്ടുവരാം. 2 കാലും മടക്കി കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ കൈകൾ കോർത്ത് പിടിച്ച് ശ്വാസം കളഞ്ഞ് ചെസ്റ്റിനോട് അടുപ്പിക്കാം.
10 സെക്കൻഡ്സ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്ത ശേഷം ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് പോകും. നേരത്തെ നമ്മൾ ഒരു കാലാണ് ചെയ്തത്, ഇപ്പോൾ 2 കാലം ചെയ്യുന്നു എന്ന് മാത്രം. ഇതൊരു 5 ടൈംസ് നമുക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം, ഒന്ന് ഫ്രീ ആയിട്ട്. ദണ്ഡാസനത്തിൽ നേരെ ഇരിക്കാം. ഇരുന്ന ശേഷം നമ്മുടെ വലത് കാലം മടക്കി സാവകാശം അട്ടക് പോർഷനിലേക്ക് കൊണ്ടുവരിക. കാലുകളിൽ പതുക്കെ ഇരുന്ന ശേഷം മറ്റേ കാലം പതുക്കെ മടക്കി കൊണ്ടുവരിക. ഈ 2 സൈഡിലായിട്ട് ഇരിക്കാം. അട്ടക് പോർഷൻ. കൈകൾ രണ്ടും നേരെ പിടിച്ച് നമുക്ക് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്ത് നേരെ ഇരിക്കാം. ഇനി ഒരു 50 സെക്കൻഡ്സ് നമുക്ക് ഇരിക്കാം. അതിനുശേഷം നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ഇനി വജ്രാസനത്തിൽ ഇരുന്ന ശേഷം കൈകൾ ചുരുട്ടി നമ്മുടെ പൊക്കിലിന്റെ പോർഷനിൽ വയ്ക്കാം. എന്നിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക്. കൈകൾ ചുരുട്ടി പൊക്കിലിന്റെ പോർഷനിൽ വെച്ച ശേഷം ശ്വാസം കളഞ്ഞുകൊണ്ട് നമുക്ക് താഴേക്ക് ബെൻഡ് ചെയ്യാം. എന്നിട്ട് ആ പൊസിഷനിൽ നമുക്ക് ഒരു 10 സെക്കൻഡ്സ് ഇരിക്കാം. അതിനുശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതി മടക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് വജ്രാസന. വജ്രാസന എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം കഴിച്ച ശേഷം യോഗ ചെയ്യാവുന്ന ഏക യോഗ പോസ്റ്ററാണ് വജ്രാസന. ഇപ്പൊ നമ്മൾ ഭക്ഷണശേഷം വേണമെങ്കിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വജ്രാസനത്തിൽ ഇരുന്നാൽ നമ്മുടെ പാൻക്രിയാസ് ഓർഗൻ ഉത്തേജിപ്പിക്കാനൊക്കെ ഇത് വളരെ ഗുണമാണ്. അതുപോലെ ഡൈജഷന് വളരെ ഗുണപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്ത വജ്രാസന. തന്നെ യോഗ മാറ്റ് 2 വശങ്ങളിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ഈ പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്താം. ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ താത്താം. അപ്പോൾ ഈ പൊസിഷനിൽ നമുക്കൊരു 5 സെക്കൻഡ്സ് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു 10 ടൈംസ് ചെയ്യാം. ഇതിനിടയിൽ എന്തെങ്കിലും തളർച്ചയോ എന്തെങ്കിലും ക്ഷീണമോ തോന്നുകയാണെങ്കിൽ നമുക്ക് ശവാസനത്തിൽ റിലാക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. ശ്വാസം കളഞ്ഞുകൊണ്ട് താഴുക. പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. ഒരു 5 സെക്കൻഡ്സ് തുടക്കത്തിൽ ചെയ്യുക. പിന്നീട് 10 സെക്കൻഡ്സ് ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയരാം. ശ്വാസം കളഞ്ഞുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് റിലാക്സ് ചെയ്യാം. ശരീരം മൊത്തത്തിലൊന്ന് ശവാസനത്തിൽ കൈയും കാലൊക്കെ അകത്തി വെച്ച് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാം. ശരീരത്തിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് തളർത്തി കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാം. അതിനുശേഷം നാം വലത് സൈഡിലേക്ക് ഇടത് കാലം മടക്കി കൊണ്ടുവരിക. വലത് സൈഡിലേക്ക് തിരിയുക. ഇടത് കൈ കുത്തി സാവകാശം എഴുന്നേറ്റ് വരിക. ഇപ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നത്തിനും ഡൈജസ്റ്റീവ് പ്രശ്നത്തിനൊക്കെ വളരെ അസിഡിറ്റിക്ക് വളരെ ഉപകാരപ്രദമായ ഗുണം ചെയ്യുന്ന യോഗ പോസ്റ്റേഴ്സാണ് ഞാനിപ്പോൾ ചെയ്തത്. അത് സ്ഥിരമായിട്ട് അനുഷ്ഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന യോഗ പോസ്റ്ററുകളാണ് ഇതെല്ലാം. തുടക്കം ചെയ്യുമ്പോൾ പല പോസ്റ്ററുകളും ഇതുപോലെ ചെയ്യാൻ കിട്ടണമെന്നില്ല. പക്ഷേ ഈ സീക്വൻസിൽ പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് മൂലം നമുക്കിത് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി പല പ്രശ്നങ്ങളുമായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സുകളുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.